അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഏവർക്കും ST മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വായെടുത്താൽ വിഡ്ഢിത്തം മാത്രം പറയുന്ന, മായാവികതകൾ മാത്രം പറയുന്ന ഒരു മൗലവിയുണ്ട്. ജിന്ന് മൗലവിയാണ് അയാൾ പറഞ്ഞ ഒരു മായാവി കഥയാണ് ഞാൻ നിങ്ങളിലേക്ക് കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അഥവാ അയാൾ ചമ്മാട്ടേക്കോ അല്ലെങ്കിൽ ചേളാരിയിലേക്കോ പ്രസംഗിക്കാൻ വേണ്ടി പോയാൽ തീർച്ചയായും അയാൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു തആല അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു മായാവി കഥയുമായിട്ടാണ് ഈ മുജാഹിദ് ബാലുശ്ശേരി വന്നിട്ടുള്ളത്. നമുക്കാദ്യം അതൊന്ന് കേട്ടു നോക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. ആദ്യം അതൊന്ന് കേൾക്കുക. അതായത് ചെമ്മാടയമെന്ന് അല്ലെങ്കിൽ ചേളാരി എന്ന് പ്രസംഗിക്കുമ്പോൾ എന്നോട് അല്ല പറയാണ്, മലയാളികളാണ് നിന്റെ ഓഡിയൻസ് എങ്കിൽ അവരോട് മലയാളത്തിൽ പ്രസംഗിക്കലാണ് മതം. അല്ല പറയാണ് ഖുർആനിൽ. എത്ര ആളാ ആയത്ത് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്? ചരിത്രം ആയിട്ടുണ്ടായിട്ട് വേണ്ടേ മൗലവി മുഖവിലേക്ക് എടുക്കണമെങ്കിൽ? അതായത് മുജാഹിദ് ബാലുശ്ശേരി ചെമ്മാടോ അല്ലെങ്കിൽ ചേളാരിയിലോ പോയാൽ ആ ഓഡിയൻസിന് തിരിയുന്ന ഭാഷയായ മലയാളത്തിൽ പ്രസംഗിക്കണമെന്ന് അല്ലാഹു തആല മുജാഹിദ് ബാലുശ്ശേരിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ ബണ്ടൽ അഥവാ മായാവി കഥ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഓരോരുത്തരും വഹാബികളിൽപ്പെട്ട ഓരോ മൗലവിമാരും പുതിയ അവതാരങ്ങളായി രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ ശവം കൊണ്ടുപോയി കൊടുത്താൽ ജീവനൊടിയിച്ചു കൊടുക്കുന്ന ദൈവങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ മഴ വേണ്ട എന്ന് നിശ്ചയിക്കാൻ അധികാരപ്പെട്ട ദൈവങ്ങളും അവരുടെ കൂട്ടത്തിലുണ്ട്. ഒരാള് മക്തി തങ്ങളാണ്, മറ്റേത് AP അബ്ദുൽ ഖാദറാണ്. വേറൊരാളുണ്ട് പരാശ്രയം കൂടാതെയുള്ള ദൈവം, അത് സാക്ഷാൽ വെളിവില്ലാത്ത വെളിയങ്കോട്ട് ഉമർ മൗലവിയുമാണ്. അതുപോലെ തന്നെ അള്ളാഹുൽ വിശ്വസിക്കലാണ് തൗഹീദ്, എന്നാൽ കാഷ്ടത്തിൽ വിശ്വസിക്കലാണ് വഹാബികളുടെ തൗഹീദ്. അങ്ങനെ ഇടയ്ക്കിടെ തൗഹീദ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വഹാബികൾക്കുള്ളത്. അത്തരം മായാവി കഥകളാണ് വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ഒരു സന്തോഷമുണ്ട്, എന്ത് വിവരക്കേട് പറഞ്ഞാലും എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ അന്തംകമ്മികളായ അനുയായികളുള്ളപ്പോൾ പിന്നെ എന്ത് മായാവിക്കതയും എന്ത് വിവരക്കേടും വിളിച്ചു പറയുന്നതിന് ഇവർക്ക് യാതൊരു മുട്ടുമുണ്ടാവുകയില്ല എന്നൊരു സമാധാനത്തോടെ ഈ വോയിസ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.